എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കണ്ടില്ലേ, ഇത് ഞാൻ അരിപ്പൊടിയോ അരിമാവോ ഒന്നും വെച്ചുണ്ടാക്കിയതല്ല, റവ വെച്ചുണ്ടാക്കിയ നല്ല പാലപ്പവും അതുപോലെ തന്നെ നമ്മൾ സാധാരണ കള്ളപ്പത്തിൻ്റെ രീതി ചുട്ടെടുക്കത്തില്ലേ അതേപോലത്തെ അപ്പമാണിത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായ നല്ല പൂ പോലത്തെ അപ്പമാണ്. അത് നമ്മൾ നേരത്തെ ഒന്നും അരിയൊന്നും അരച്ച് വെക്കണം, അരിയല്ല റവയൊന്നും നമുക്ക് മാവൊന്നും മിക്സ് ചെയ്ത് വെക്കേണ്ട. 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അരിപ്പൊടിയോ അരിമാവോ ഒന്നുമല്ല എടുത്തിരിക്കുന്നത്, റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റവയൊന്നുമല്ല, നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടത്തില്ലേ അതുപോലത്തെ റവ എടുത്തേക്കുന്നതാണ്. അതിൻ്റെ 1.5 കപ്പ് റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അളവ് നിങ്ങളെ കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഈ കപ്പൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ അളവ് ഇതേപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായ നല്ല പൂവ് പോലത്തെ അപ്പം നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദാപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിലും 1 ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് നിങ്ങളൊന്ന് അലിയിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കത് ഒന്നിച്ചെടുത്ത് ഇത് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഇതേപോലെ 1 പിടി തേങ്ങ നമ്മളിങ്ങനെ വാരിയെടുക്കുമ്പോഴുള്ള ആ 1 പിടി ഉണ്ടല്ലോ, അതാണ് തേങ്ങയായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം, അതായത് അരയ്ക്കുന്ന ജാർ നമുക്ക് എടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഈ അളന്ന് വെച്ചിരിക്കുന്ന റവ, അതായത് 1.5 കപ്പ് റവ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കൃത്യ അളവായിരിക്കണേ, 1.5 കപ്പ് റവ തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഈ അളവും കപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് എടുക്കുക. നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു അളവുണ്ടല്ലോ, അതനുസരിച്ച് 1 ഗ്ലാസും 1 ഗ്ലാസിൻ്റെ പകുതിയും കൂടെ അളവ് വെച്ചിട്ട് അങ്ങനെ 1.5 കപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മൈദാപ്പൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 3 ടേബിൾ സ്പൂൺ മൈദയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഈസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് 1 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇച്ചിരി വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു ഓപ്ഷനാണ്. നമുക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തവർ തേങ്ങ അരയ്ക്കേണ്ട, പക്ഷേ എന്നാലും തേങ്ങ അരച്ചാലാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ 1 പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇളം ചൂടുവെള്ളം വേണം ഒഴിക്കാൻ വേണ്ടി. അതും ഞാൻ 1.5 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ 1 കപ്പ് ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്നു വരും. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലൊരു 1.5 കപ്പ് ഇളം ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ ചൂടുവെള്ളം അങ്ങോട്ട് ഇളം ചൂടുവെള്ളമാണ്, ലൂക്ക് വാം വാട്ടർ. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കാരണം ഇപ്പോൾ തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു തരിതരിപ്പായിരിക്കും നമ്മുടെ ഈ മിക്സിന്. അപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് പോലെ നമുക്ക് പോയി അരച്ച് എടുത്തുകൊണ്ട് വരാം. പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ് ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരഞ്ഞു കിട്ടും. ഇപ്പം ഞാൻ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എന്നിട്ട് നമ്മൾ മാവൊക്കെ അരയ്ക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് നമുക്കൊന്ന് ഇത് കണ്ട നല്ല നല്ല സോഫ്റ്റായിട്ട് തന്നെയുള്ള മാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നല്ല ഡ്രൈ ആയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള, അതായത് നമ്മൾ ആ ജാറുണ്ടല്ലോ, ജാറിനകത്ത് എന്തായാലും കുറച്ച് മാവ് കിടപ്പുണ്ടായിരിക്കുമല്ലോ ഒഴിച്ചതിന് ശേഷം, അതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ച് ഒന്ന് കലക്കി ആ വെള്ളം കൂടി ഇതിനകത്തോട് നമുക്ക് മിക്സ് ചെയ്യാം. ഈ വെള്ളം ഞാൻ ലൂക്ക് വാം വാട്ടർ, ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം വെള്ളം രണ്ടാമത് ഒഴിച്ചത് കാരണം, അതായത് നമ്മൾ കുറച്ച് വെള്ളം ലാസ്റ്റ് ചേർത്ത് കൊടുത്തില്ലേ, അതുകൊണ്ട് തന്നെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടി ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉപ്പാണ്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഒരു പരുവുണ്ടല്ലോ അത്ര ഒരു ഉപ്പ്, ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നല്ലതുപോലെ അടിച്ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആക്കി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് എന്തായാലും അപ്പത്തിനൊരു കറി വേണമല്ലോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കൊണ്ട് നമുക്ക് അപ്പത്തിനുള്ള കറി തയ്യാറാക്കാം. ആ കറി തയ്യാറായി വരുന്ന സമയം വരെ, അതായത് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മൾ ഒരു 20 മിനിറ്റ് അടച്ചു വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരും. കാരണം നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ടത് പൊന്തി വരും. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള തലേന്നൊന്നും അരച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയം അത്രയും സമയം 15 തൊട്ട് 20 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പ് മാറ്റിയെടുത്തതാണ്. നോക്കേ, നന്നായിട്ട് പതയൊക്കെ വന്ന് നന്നായിട്ട് നമ്മുടെ മാവ് ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്ന ആ സമയം കൊണ്ട് തന്നെ ഈ മാവ് നമുക്ക് അവിടെ സൈഡിൽ ഇത് നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും. വളരെ എളുപ്പമല്ലേ നമ്മുടെ ഈ അപ്പം ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി. എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു അരമണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് അപ്പോഴത്തെ കറിയും തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഈ മാവ് തയ്യാറാക്കി അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇത് അപ്പം ചുട്ടെടുക്കാം. നിങ്ങൾക്ക് പാലപ്പത്തിൻ്റെ രീതിയിൽ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം. അതല്ല അല്ലാത്ത ഈ ദോശയുടെ ആകൃതിയിൽ ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 2 രീതിയിലും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പാലപ്പത്തിൻ്റെ രീതിയാണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം സാധാരണ നമ്മുടെ അപ്പത്തിൻ്റെ രീതി ഞാൻ കാണിച്ചു തരുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ ബബിൾസ് പോലെ വരും. അതിനുശേഷം വേണം നമുക്ക് ഈ മാവ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടി. എപ്പോൾ അപ്പം ചുട്ടാലും നമ്മൾ അത് എപ്പോഴും അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ മാവ് ചുറ്റിക്കാവൂ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പാലപ്പവും അതുപോലെ തന്നെ സാധാ അപ്പവും ചുട്ടെടുക്കുകയാണ്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ റവ വെച്ചുണ്ടാക്കിയ പാലപ്പം എത്ര നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണിത്. കണ്ടില്ലേ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇതും ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അതെല്ലാം ക്രിസ്പി ആയിട്ട് കിട്ടണം സൈഡിൽ നിന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ല സൈഡ് നന്നായിട്ട് മുരിഞ്ഞും കിട്ടും. ഇത് ഞാൻ അധികം അങ്ങ് മുരിച്ചിട്ടില്ല. എന്നാൽ ജസ്റ്റ് ഒരു മീഡിയം ഒരു പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള മാവും ഞാൻ കുറച്ച് പാലപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ പാലപ്പം ചുട്ടെടുക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്പത്തിൻ്റെയും കൂടെ വീഡിയോ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടും നല്ല എന്താ പറയുക പൂ പോലത്തെ പാലപ്പം നമുക്ക് ഈ റവ വെച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ പാലപ്പത്തിൻ്റെ ആണ് ഞാൻ കാണിച്ചിരുന്നത്. ഇത് ഞാൻ മറ്റേ രീതിയിലുള്ള അപ്പത്തിൻ്റെ കൂടെയാണ് ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പം ചുടാൻ വേണ്ടി ഒരു കല്ല് നമുക്ക് അടുപ്പത്ത് ചൂടാക്കാം. ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നിങ്ങൾ എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്നും തടവി കൊടുക്കാം. എന്നിട്ട് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സാധാരണ മാവ് ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതിങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലേ ഈ അപ്പത്തിന് നല്ല ഒരു സോഫ്റ്റ്നെസ് വരത്തുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അപ്പം അതായത് ഈ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ മുകളിൽ ഇങ്ങനെ നല്ലതായിട്ട് ബബിൾസ് വരുന്നത് കാണാം. കണ്ടില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നന്നായിട്ട് ബബിൾസ് വരുന്നത്. ആ ബബിൾസ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് അടച്ചു വെച്ച് വേവിക്കാവൂ. അതുപോലെ തന്നെ ഈ അപ്പം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കുന്നില്ല. ജസ്റ്റ് ഒരു സൈഡ് മാത്രം നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളൂ. മറ്റേ സൈഡ് നമ്മൾ അടച്ചു വെച്ച് ആവിയിലാണ് മുകൾ ഭാഗം നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ പാലപ്പം ചുടുന്ന പോലെ തന്നെയാണ് അത് വേവിച്ചെടുക്കുന്നത്. അതേ ഉള്ളൂ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ എപ്പോഴും നമ്മൾ പാലപ്പം ആയാലും ഈ രീതിയിലുള്ള അപ്പം ചുടുമ്പോഴും ആ ബബിൾസ് വന്നതിന് ശേഷം മാത്രമേ നമ്മളത് അടച്ചു വയ്ക്കാവൂ. അപ്പോഴും നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല അപ്പം കിട്ടത്തുള്ളൂ. കണ്ടില്ലേ? ഞാൻ ഒരു സൈഡിൽ ഉണ്ടാക്കിയ പാലപ്പമാണത്. മറ്റേ അപ്പമാണ് ഈ കാണുന്നത്. എല്ലാം കൂടി 2 മിനിറ്റത്തെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ബബിൾസൊക്കെ വന്ന് നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം നമുക്ക് പാലപ്പവും ഇതുപോലത്തെ വെള്ളയപ്പവും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതും നമ്മുടെ റവ വെച്ച് നമുക്ക് മാവൊന്നും അരച്ച് വയ്ക്കാൻ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും അഭിപ്രായം എന്നോട് പറയണം ഉണ്ടാക്കി നോക്കിയിട്ട്.
ഞാൻ ഈ പറഞ്ഞ അതേ മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നല്ല സോഫ്റ്റായിട്ട് അപ്പം കിട്ടും. ഒരിക്കലും ഇത് റവയുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്ത്, ശരിക്കും പാലപ്പത്തിൻ്റെ അതേ ടേസ്റ്റ്, അതായത് വെള്ളയപ്പത്തിൻ്റെ അതേ ടേസ്റ്റിലാണ് ഇത് ഇരിക്കുന്നത്. അല്ല റവയുടെ ഒന്നും ടേസ്റ്റില്ല. പിന്നെ ജസ്റ്റ് ആ കളറ് നല്ല വെളുത്ത കളറല്ല, ജസ്റ്റ് ഒരു ലൈറ്റ് യെല്ലോ കളർ, അത് മാത്രമേ ഉള്ളൊരു വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞു ബെൽബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.